അതിപുരാതനമായൊരു ശ്രീരാമക്ഷേത്രമുണ്ട് കൊല്ലം ജില്ലയിൽ. ഓയൂരിന് സമീപം വെളിനല്ലൂരിലാണ് ഈ ശ്രീരാമക്ഷേത്രം. രാമായണത്തിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളും ഇവിടെയുണ്ട് എന്നതാണ് സവിശേഷത. വിശാലമായി ഒഴുകുന്ന ഇത്തിക്കരയാറിനാൽ മൂന്ന് വശവും ചുറ്റപ്പെട്ട ക്ഷേത്രം. ഈ രാമായണ മാസത്തിൽ അതിപുരാതനമായ വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. ശ്രീരാമദേവന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമി എന്ന് വിശ്വസിക്കുന്ന ഇടം. പ്രകൃതിയുടെ വരദാനമെന്ന പോലെ കൽപ്പവൃക്ഷങ്ങൾ അടക്കമുള്ള വൃക്ഷലതാദികൾ കൊണ്ട് മനോഹരമാണ് ഈ ക്ഷേത്രാങ്കണം. ചുറ്റിലും ഇത്തിക്കരയാർ ഒഴുകുന്നുണ്ട്. കൊല്ലം തിരുവനന്തപുരം അതിർത്തി പ്രദേശത്തോട് ചേർന്നാണ് വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിന് ത്രേതായുഗത്തോളം പഴക്കമുണ്ടെന്നതാണ് പഴമക്കാരുടെ വിശ്വാസം. മറ്റ് രാമക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് സീതാവിഹിതനായ വിരഹിയായ ശ്രീരാമനെയാണ് ഇവിടെ ദർശിക്കാനാവുക. ഉപദേവതാ സ്ഥാനത്ത് പ്രധാന ദേവതയോളം പ്രാധാന്യം കൽപ്പിക്കുന്ന ഇണ്ടിളയപ്പൻ ക്ഷേത്രവും മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമരുളി ശ്രീരാമനും ക്ഷേത്രത്തിനു പുറകിലായി പടിഞ്ഞാട്ട് അനന്തശായിയായ ലക്ഷ്മണനും കുടികൊള്ളുന്നു. ഇവിടെ നമ്മുടെ ശ്രീരാമൻ്റെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ലക്ഷ്മണ ഭഗവാൻ കിഴക്കോട്ട് ദർശനമായിട്ട് ശ്രീരാമസ്വാമിയും, പടിഞ്ഞോട്ട് ഒരേ കോവിലിൽ തന്നെ പടിഞ്ഞോട്ട് ദർശനമായിട്ട് ലക്ഷ്മണ ഭഗവാൻ അനന്തഭാവത്തിലുമാണ് കുടികൊള്ളുന്നത്. ശ്രീരാമൻ സീതാന്വേഷണ വേളയിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ ഉപദേവനായി കുടികൊള്ളുന്ന ഇണ്ടിളയപ്പൻ സ്വാമിയെ പൂജിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ ക്ഷേത്രങ്ങളിലൊന്നാണ് വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രം. സീതാ അന്വേഷിയായ രാമൻ സുഗ്രീവനുമായി അഖ്യത്തിലേർപ്പെടുന്നത് ഇവിടെ വച്ചാണ് എന്നാണ് വിശ്വാസം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് രാമായണ കഥയുമായി നിരവധി ഐതിഹ്യങ്ങളാണുള്ളത്. സീതയെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് സീതയെ അന്വേഷിക്കാൻ വേണ്ടി സുഗ്രീവൻ സഹായിക്കാമെന്നും, സുഗ്രീവന് ബാലിയെ വധിച്ചെങ്കിൽ മാത്രമേ സീതയെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ശ്രീരാമന് ബാലിയെ വധിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മലഞ്ചുഴി കടവ്. ഒറ്റ അമ്പ് കൊണ്ട് 7 സപ്തസാലങ്ങളെല്ലാം ഒറ്റ അമ്പ് കൊണ്ട് എഴുതി വീഴ്ത്തിയ ഒരു സ്ഥലമാണെന്നാണ് ഈ മലഞ്ചുഴി കടവിനെ പറ്റി അറിയപ്പെടുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്നത്. പരമ്പരാഗത രീതിയിൽ കളരി സമ്പ്രദായത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി. അർദ്ധവൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവതകൾക്കും വിശിഷ്ടമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. മീനം രാശിയിൽ ശ്രീകോവിലോടുകൂടിയ നാഗരാജ ക്ഷേത്രവും ഇവിടെയുണ്ട്. ശ്രീരാമ ക്ഷേത്രത്തിന് അരികെയായി പഴക്കമേറിയ ഒരു ഹനുമാൻ ക്ഷേത്രവും കാണാം. നിത്യവും 5 പൂജയും 3 ശ്രീബലിയും പൂർണ്ണ പുഷ്പാഞ്ജലിയോടുകൂടിയ തിലക ഹോമവുമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ രാമായണ മാസത്തിൽ പുണ്യദർശനത്തിനായി നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പ്രകൃതി സുന്ദരമാണ് ഈ ക്ഷേത്രവും പരിസരവും. പഞ്ഞമാസമാണ് കർക്കടകം എന്ന ചിന്തയിൽ നിന്ന് മാറി രാമമന്ത്രധ്വനികളോടെ ശ്രീരാമന്റെ പുണ്യദർശനത്തിനായി ഓരോ ദിനവും നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.